ഇന്ദുവിന് നാളെ മുതൽ ജോലിക്ക് ജോയിൻ ചെയ്യാം. എല്ലാം എന്റെ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആയിരുന്നു. ഇത് പറയാൻ വേണ്ടിയാണ് ഞാൻ തന്നെ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. ഇല്ലച്ചോ, ഇന്ദുവിന് ജോലിക്ക് പോകുന്നില്ല. മിസ്റ്റർ ജയൻ, ഹരിദാസ് എന്നോടെല്ലാം പറഞ്ഞു. നിങ്ങൾ തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും അറിഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോ ഇങ്ങോട്ട് വരുന്നത്. ഇന്ദു ഇന്നെന്റെ ഭാര്യയാണ്. പണത്തിന് മാത്രമേ എനിക്ക് കുറവുള്ളൂ. ജയൻ, ഞാൻ പറയുന്നത് അച്ഛൻ പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം. അച്ഛോ, ഭാര്യയുടെ പാതിവൃത്തത്തെ കുറിച്ച് നാട്ടുകാർ ചർച്ച ചെയ്യുന്ന കേട്ടു നിൽക്കാനുള്ള ശക്തി ലോകത്തൊരു ഭർത്താവിനും ഉണ്ടാവില്ല. ഇവിടെ ജോലിയിൽ നിന്ന് പറഞ്ഞയച്ചത് അച്ഛൻ തന്നെയല്ലേ? ഒരു കാരണവുമില്ലാതെ അച്ഛനുള്ള ജോലിയിൽ നിന്ന് പറഞ്ഞയക്കുമോ? ആ, അച്ഛൻ ചെയ്തത് നല്ല കാര്യമാണ്. പട്ടിണിയാണെങ്കിലും കുറെ നാളുകൂടെ മനസ്സമാധാനത്തോടെ ജീവിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. മിസ്റ്റർ ജയൻ, ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കൂ. സോറി ഫാദർ, ഇന്ദു ഇനി ഹോസ്പിറ്റൽ ജോലിക്ക് വരില്ല. ഇനി അവൾ അങ്ങോട്ട് ജോലിക്ക് അയക്കുന്നത് എനിക്കും ഇഷ്ടമല്ല. അച്ഛൻ എന്നോടൊന്നും തോന്നരുത്. ഒരു ഭർത്താവിന്റെ മനസ്സിന്റെ വിങ്ങൽ എന്താണെന്ന് ഒരു പുരോഹിതനും മനസ്സിലാവില്ല. നിങ്ങൾ എന്തിനാ ഇവിടെ വരുന്നത്? ജോലിക്കോ അതോ മറ്റുള്ളവരെ കുറിച്ച് കെട്ടുകഥകൾ ഉണ്ടാക്കാനോ? ഇനി മേലാൽ ആരെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് വന്നാൽ നിങ്ങളായിരിക്കും ആദ്യം പുറത്തു പോവുക. ഇപ്പൊ കിട്ടിയില്ലട ചവി. എന്തോന്ന്? രണ്ടുണ്ട്. എന്തുണ്ടാ? ഞാൻ എന്റെ അമ്മായി നമ്മുടെ ലോസിന്റെ കാര്യം പറഞ്ഞല്ലേ, നല്ല ഉറപ്പാണ്. സോഫിയാമേ, നമ്മൾ രണ്ടുപേരും ജോലി പോവോ? നീ പേടിക്കാതെ ഇങ്ങോട്ട് വാടാ. ഹലോ ഡോക്ടർ. ഡോക്ടർ എന്താ ഇവിടെ? ഓ, ഷോപ്പിംഗ് ആയിരിക്കും. എന്തൊക്കെ വാങ്ങിച്ചു? എനിക്ക് കാണാൻ പറ്റിയ സാധനങ്ങളാണോ? ഓ, ചിലപ്പോ നിങ്ങളുടെ പേഴ്സണൽ സാധനങ്ങളായിരിക്കും. അയ്യോ, ഇത്ര പ്രയാസപ്പെട്ട് ചിരിക്കരുത്. ഡോക്ടർ, ഡോക്ടറോട് ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചിട്ട് വളരെ നാളായി. അയ്യോ, മെഡിസിന്റെ കാര്യമൊന്നുമല്ല, പേടിക്കണ്ട. ഞാൻ ഒരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആയതുകൊണ്ട് ഹോസ്പിറ്റലിൽ വെച്ച് പറഞ്ഞാൽ അത് വാചകമാണെന്ന് തെറ്റിദ്ധരിച്ചെങ്കിലോ എന്ന് കരുതിയാണ് ഞാൻ അവിടെ വെച്ച് പറയാറുന്നത്. ഇതെന്റെ പേഴ്സണൽ പ്രോബ്ലമാണ്. യു സി, പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇതെന്റെ മനസ്സിന്റെ പ്രോബ്ലമാണ്. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അതെന്താണെന്ന് ഡോക്ടറൊന്ന് ചോദിച്ചില്ലല്ലോ. ഡോക്ടർ ചോദിക്കില്ലെന്ന് എനിക്കറിയാം. വാക്കുകൾക്ക് പിശുക്ക് കാണിക്കുന്ന ഡോക്ടറോട് വാചകങ്ങൾ വെറും റിഡക്ഷൻ സൈഡ് സപ്ലൈ ചെയ്യുന്ന എനിക്ക് പോലും ഈ ഒരു കാര്യം ചോദിക്കാൻ വാക്കുകൾ തേടി പിടിക്കേണ്ടി വന്നു. ഒരു മുഖവരയുടെ ഫോർമാലിറ്റീസിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ തുറന്നു പറയാം, ഞാൻ നീലിമയെ ഇഷ്ടപ്പെടുന്നു. ഐ റിയലി മീൻ ഇറ്റ്. ഡോക്ടർ, ഡോക്ടർക്ക് ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്നോട് ക്ഷമിക്കൂ. ഞാനിങ്ങനെ ഒരു കാര്യം ഡോക്ടറോട് പറഞ്ഞെന്നോ ഡോക്ടർ അത് കേട്ടെന്ന് വിചാരിക്കണം. ഐ എം സോറി. ഐ എം റിയലി സോറി അബൌട്ട് ഇറ്റ്. ഐ എം സോറി ഡോക്ടർ. ഞാൻ തുറന്നു പറയാം, ഞാൻ നീലിമയെ ഇഷ്ടപ്പെടുന്നു. ഐ റിയലി മീൻ ഇറ്റ്. ഡോക്ടർക്ക് ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്നോട് ക്ഷമിക്കൂ. ഞാനിങ്ങനെ ഒരു കാര്യം ഡോക്ടറോട് പറഞ്ഞെന്നോ ഡോക്ടർ അത് കേട്ടെന്ന് വിചാരിക്കണം. ഐ എം സോറി. ഡോക്ടർ, ടോണി സാറിന്റെ ബൈക്ക് ഒരു കാറുമായി കൂട്ടിയിടിച്ച് ടോണി സാറിന് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്.
ഡാഡി. മോളെ വെള്ളം ഇങ്ങെടുത്ത്. ഡാഡിയുടെ അസുഖം മാറില്ലേ ഡാഡി? താമസിയാതെല്ലാം മാറും മോളെ. ഡാഡി, മോളുടെ ഉടുപ്പെല്ലാം പഴയതായി. ഇതാ കണ്ടോ? പുതിയ സ്കൂൾ യൂണിഫോം വാങ്ങാതെ നഴ്സിൽ ചെല്ലണ്ടെന്നാ ടീച്ചർ പറഞ്ഞിരിക്കുന്നത്. മോളെ, എന്തിനാ ഡാഡിയെ ശല്യപ്പെടുത്തുന്നത്? മമ്മി എന്താ ജോലിക്ക് പോവാത്തെ? ജോലിക്ക് പോയാലല്ലേ കാശ് കിട്ടൂ. കാശ് കിട്ടിയാലല്ലേ മോക്ക് ഉടുപ്പ് വാങ്ങാൻ പറ്റൂ. മോളെ, മറ്റെല്ലാം കൂടെ ചേർത്ത് അടുത്ത മാസം തരാം. അയ്യടാ പാക്കടെ വാസന പാക്ക്. മമ്മി ഇതേ ലാസറച്ചായ. അയ്യോടാ ഇതാരാ? രാജിമോളോ? അയ്യടാ. എത്ര നാളായി എന്റെ മോളെ കണ്ടിട്ട്. മോളെന്താ ഡോക്ടറുകളുടെ വീട്ടിൽ വരാത്തെ? മോള് വന്നാ ഡാഡി പിണങ്ങോ, അതുകൊണ്ടാ. മമ്മിയോട് ചോദിച്ചിട്ട് വൈകുന്നേരം വരുമോ? മമ്മി മോളിന്ന് ഡോക്ടറുടെ വീട്ടിൽ പോട്ടെ. പറ മമ്മി. കുഞ്ഞിപ്പോ ജോലിക്കൊന്നും പോകുന്നില്ല അല്ലേ? ജോലിക്കൊന്നും പോകാതെ പിന്നെ എങ്ങനെയാവുന്നേ? വാ, നേരം പോയി. ക്ലാസ് തുടങ്ങി കാണും. വാ മോളെ, മരത്തിൽ അസറിയിട്ട്. ശരി. മമ്മി, മോൾ നഴ്സറിന്ന് വരുന്ന വഴി ഡോക്ടറുടെ വീട്ടിൽ കയറിയിട്ടേ വരും. സാർ അവിടെ വെച്ചേക്കും. ഇന്ദു കുഞ്ഞെ വളരെ ബുദ്ധിമുട്ടിലാണെന്നാ തോന്നുന്നേ. എന്ത് ചെയ്യാനാ, തലയിലെടുത്ത് തലോടിയാ പോവോ? എല്ലാം ഇന്ദു കുഞ്ഞ് വരുത്തി വെച്ചത് തന്നെയാ. വാ മോളെ. മോളെന്തിനാ കരയുന്നത്? മോള് യൂണിഫോം ഇടാൻ സ്കൂളിൽ പോയിട്ട് ടീച്ചർ മോളെ ഒരുപാട് വഴക്ക് പറഞ്ഞു. മോളെന്താ യൂണിഫോം ഇടാൻ സ്കൂളിൽ പോയത്? മോളുടെ യൂണിഫോം എല്ലാം കീറിപ്പോയി. പുതിയത് വാങ്ങാൻ മോള് ഡാഡിയോട് പറഞ്ഞിട്ടുണ്ട്. മമ്മിക്ക് ജോലി ഇല്ലാത്തോണ്ടാ ഡാഡിയുടെ അടുത്ത് പൈസ ഇല്ല. മോള് വിഷമിക്കണ്ട. മോക്കുടുപ്പും യൂണിഫോം എല്ലാം അങ്കിൾ വാങ്ങിച്ചു തരാം.